താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഈ മാസം 3-ന് കോടതിയിൽ വാദം പൂർത്തിയായിരുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഷഹബാസ് കൊലപാതകത്തിൽ പ്രതികൾ മനഃപൂർവ്വമായി കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വന്നു എന്ന് തന്നെയാണ് ഷഹബാസിന്റെ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ ഇന്ന് എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും, അതായത് ഷഹബാസിന്റെ കൊലക്കേസിലെ പ്രതികളായ ആ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ ഇന്ന് കോഴിക്കോട് സെഷൻസ് കോടതി പരിഗണിക്കും. ഈ മാസം 3-ന് കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഷഹബാസിന്റെ പിതാവ് അടക്കമുള്ള കുടുംബം ഉറച്ചു പറയുന്നത് ഈ പ്രതികളായ 6 വിദ്യാർത്ഥികൾക്കും ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. അത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഗുരുതരമായി തന്നെ ബാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് കൃത്യമായ ഒരു ശിക്ഷ ലഭിക്കണം. അത് സമൂഹത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയായിരിക്കണം എന്ന് കൂടി അന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഷഹബാസിനെ കൊലപ്പെടുത്തിയിരിക്കുന്ന ആ 6 പ്രതികൾക്കും ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന് തന്നെയാണ് ഷഹബാസിന്റെ കുടുംബമടക്കമുള്ളവർ കോടതിയിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പ്രതികൾ മനഃപൂർവ്വമല്ല ഈ കൃത്യം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പ്രതികളുമായി ബന്ധപ്പെട്ടവരുടെ വാദം. അതുകൊണ്ട് തന്നെ ഈ വാദം ഒക്കെ തന്നെ പ്രതിവാദത്തിന്റെയും ഭാഗത്തിന്റെയും ഒക്കെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഈ മാസം 3-ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഈ 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം ലഭിക്കുമോ? അങ്ങനെ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഷഹബാസിന്റെ കുടുംബത്തിനെ സംബന്ധിച്ച് അതേറെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും ഇന്ന് 11 മണിക്ക് ശേഷമായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.